അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അങ്ങനെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്കിന്ന് റമദാൻ 22 നിങ്ങൾക്ക് 21 എത്തിയിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഈ റമദാനിലൂടെ നമുക്ക് യാത്ര ചെയ്യാനുള്ളൂ അല്ലെ. അപ്പൊ ഈ ഒരു ദിവസങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്കറിയാൻ വേണ്ടി പറ്റും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രികളാണല്ലേ നമ്മളിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് രാത്രിയാണെന്ന് നമുക്ക് പ്രത്യേകിച്ചിട്ട് അറിയില്ല. എന്നാൽ ഏത് രാത്രിയാണെന്ന് പ്രത്യേകിച്ചിട്ട് അറിയുന്നില്ലെങ്കിൽ പോലും ഈ അവസാന പത്തിലുള്ള ഒറ്റപ്പെട്ട ദിവസങ്ങളാണ് എന്നെങ്കിലും നമുക്ക് ഒരു ക്ലൂ തന്നതുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് അത്ര ദിവസം മാത്രം അല്ലെ, ആ ഒറ്റപ്പെട്ട ദിവസങ്ങൾ മാത്രം, അതും അവസാന പത്തിലെ ഈ ഒറ്റപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നമുക്കൊന്ന് ഒന്നും കൂടി ഒന്ന് അവയർനെസ്സോട് കൂടി ഇരിക്കാനുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് കഴിഞ്ഞ കാലം നമുക്കറിയാൻ വേണ്ടി പറ്റും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലയും സഹാബന്മാരൊക്കെ ഈ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രമാത്രം ആ ദിവസങ്ങളെ ധന്യമാക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നല്ലേ. ആ ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ ഓട്ടപ്പാച്ചിലുകളൊക്കെ. പക്ഷെ അതേ സമയത്ത് നമ്മളിൽ അധിക പേരിലും ഈ ഒരു ദിവസം അധികവും എന്തായി പോവാണ്, ഒരു ഷോപ്പിംഗ് പത്തായി മാറിയിരിക്കുന്നുണ്ടല്ലേ. അധിക ഫാമിലിയിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതൊരു അവസാനത്തെ പത്തിനെ ഒരു ഷോപ്പിംഗ് പത്താക്കി മാറ്റിയിരിക്കണം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ഈ തിരക്കി പിടിച്ച ഓട്ടത്തിനിടയിൽ പോലും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നമ്മളെ അള്ളാഹുവിന്റെ അടിമയെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏതേലും ഒരു പഴുതുണ്ടെങ്കിൽ മുങ്ങിത്താഴുന്നവനിക്കൊരു കക്ഷിത്തുരുമ്പ് എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു കരട് പിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി പറ്റിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഓഫറുകൾ തന്നിട്ടുണ്ട്. നമുക്കറിയാലോ, നമ്മളിപ്പം എവിടെ എന്ത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ഓഫറുകൾ നോക്കിയിട്ടാണല്ലേ പോകുന്നത് അല്ലേ. അങ്ങനെ ഈ ഓഫറുകൾ കാണുന്ന സമയത്ത് ആ ഓഫറുകൾ ഉള്ള സ്ഥലത്താണ് നമ്മൾ കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഇവിടെയും നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് തന്നിരിക്കുകയാണ്, ഓഫറുകൾ തന്നിരിക്കുകയാണ്. ഈ ഓഫറുകളെ നമ്മൾ അൽഹംദുലില്ലാ നമുക്ക് മാക്സിമം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്താനുള്ള ഒരു തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ. അപ്പൊ നമ്മളിപ്പോ ഒരുപാട് ഖത്തമുൽ ഖുർആൻ ഓതാനും ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, സൂറത്തുൽ സിൽസില അത് 20 പ്രാവശ്യം ഓതുകയാണെങ്കിൽ 10 ഖത്തം ഓതിയ കൂലിയാണ് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തരുന്നത്. അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ് 30 പ്രാവശ്യം ഓതിയാൽ 10 ഖത്തം ഓതിയ കൂലിയാണ്. പിന്നെയോ സൂറത്തുൽ കാഫിറൂൻ 40 പ്രാവശ്യം ഓതിയാൽ 10 ഖത്തം ഓതിയ കൂലിയാണ്. അതേപോലെ സൂറത്തുൽ ഫാത്തിഹ 30 പ്രാവശ്യം ഓതിയാണെങ്കിൽ നമുക്ക് 10 ഖത്തം ഓതിയ കൂലിയാണ്. സൂറത്തുൽ യാസീൻ 3 പ്രാവശ്യം ഓതുകയാണെങ്കിൽ നമുക്ക് 10 ഖത്തം ഓതിയ കൂലിയാണ്. അങ്ങനെ ഈ 5 സൂറത്തുകളും ഈ പറയപ്പെട്ട നമ്പർ പ്രകാരം നമുക്ക് ഓതുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഖത്തമുകൾ ഓതിയ ഒരു ബെനിഫിറ്റ്, ഒരു പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഇനി ഈ 50 ഖത്തമുൽ ഖുർആൻ ഓതിയ ഈ ഒരു പ്രതിഫലം നമ്മൾ ഈ ഒറ്റപ്പെട്ട ദിവസങ്ങളിലെല്ലാം ഓതുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ദിവസം തീർച്ചയായിട്ടും ലൈലത്തുൽ ഖദ്റിലൂടെ കടന്നു പോകാമല്ലോ അല്ലെ. അപ്പൊ ഈ ഒരു ലൈലത്തുൽ ഖദ്റിലൂടെയും ഈ ഒരു ദിവസം കടന്നു പോകുന്ന സമയത്ത് നമുക്കറിയാൻ വേണ്ടി പറ്റും നാം ആ ദിവസം അത് ഓതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈലത്തുൽ ഖദ്റിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന പ്രതിഫലം എത്രയാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു പ്രതിഫലവും കൂടി നമ്മളിലേക്ക് അൽഹംദുലില്ലാ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫറുകൾ നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ അടിമയെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാം എന്നുള്ള ആ, ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തണം, എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റമദാനിലെ 3 പത്തുകളെ 3 ഗഡുക്കളായിട്ടാണ് അല്ലെ തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പത്തിനെ റഹ്മത്തിന്റെ പത്താക്കി തിരിച്ചിരിക്കുന്നത്. നമുക്ക് എവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിനെ പറഞ്ഞിരിക്കുന്നത് അവസാനത്തിലാണ്, ഫസ്റ്റിലല്ല. ഏതൊരു വിഷയത്തിലും നമുക്ക് ഒരു ദുആ ചെയ്യുകയാണെങ്കിൽ ഏതൊരു കർമ്മത്തിലാണെങ്കിലും നമുക്ക് റഹ്മത്ത് അവസാനത്തിൽ വരും. പക്ഷെ ഇവിടെ ഈ റമദാൻ മാസത്തിൽ മാത്രം ഈ റഹ്മത്തിന്റെ പത്തിനെ എന്തുകൊണ്ടായിരിക്കാം റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യത്തിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില നമുക്ക് തരാനിരിക്കുന്ന ഗിഫ്റ്റുകളാണത്. അള്ളാഹു ഒളിച്ചു വെച്ചിരിക്കുന്ന ചില രഹസ്യങ്ങൾ, അത് നമുക്ക് ചില പണ്ഡിതന്മാർ എടുത്ത് കാണിച്ചു തന്ന സമയത്ത് മാത്രമേ നമ്മളിലേക്ക് അതിനുള്ള ഒരു അപ്ഡേഷൻസിനോട് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ റമദാനിലെ ആദ്യത്തെ പത്തിനെ അള്ളാഹു റഹ്മത്തിന്റെ പത്താക്കി മാറ്റിയിട്ടും രണ്ടാമത്തെ നമുക്ക് മഗ്ഫിറത്തിന്റെ പത്താക്കി മാറ്റിയിട്ടും അവസാനത്തെ പത്തിനെ നമുക്ക്
അഫുവ് ചെയ്യാനുള്ളത് ആക്കി മാറ്റിയിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ആദ്യത്തെ പത്തിനെ റഹ്മത്തിന്റെ പത്താക്കി മാറ്റിയതിനുള്ള ഒരു റീസൺസ്. ആ റഹ്മത്തിന്റെ പത്ത് എന്ന് പറയുമ്പോൾ ഈ റമദാൻ എന്ന് പറയുന്നത് എല്ലാ മോമിനികൾക്കും, അത് എത്രമാത്രം ഇബാദത്ത് ചെയ്യുന്ന മോമിനിക്കോട്ടെ, എത്രമാത്രം ഇബാദത്ത് ചെയ്യാത്തവനായിക്കോട്ടെ, അങ്ങനെ എല്ലാ മോമിനികൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപോലെ അങ്ങോട്ട് നൽകുകയാണ് ആദ്യത്തെ ഒരു പത്തിന്. എങ്ങനെയാണെന്ന് വെച്ചാല്, ഇപ്പം ജസ്റ്റ് ഒരു സ്ഥലത്ത് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ തൊട്ടടുത്ത ഒരു വലിയൊരു മാള്, ആ മാളില് ഒരു 3 ദിവസം കഴിയുമ്പോൾ നല്ലൊരു ഓഫർ വരുന്നുണ്ട്. അടിപൊളി ഓഫറാണ്. ആ ഓഫർ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ മാളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്നുള്ള കുറച്ച് ദൂരപ്രദേശങ്ങളിൽ നിന്നൊക്കെ പോവാനുള്ള യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് അവരൊരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഒരു ബസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ വണ്ടി ഇല്ലാത്തവർക്കും എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ട് പോവാം. അങ്ങനെ ആ ഒരു ഫ്രീ ആയിട്ട് അവിടെ ആ ഒരു ബസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ, സ്വന്തമായി വണ്ടി ഇല്ലാത്തവരും ഒക്കെ എന്ത് ചെയ്യും, ആ ഫ്രീ ബസ് വരുന്ന സമയത്ത് അതിലങ്ങോട്ട് കയറും. ഇല്ലേ? എല്ലാവരും അതിൽ കയറും. സാമ്പത്തികമായിട്ടുള്ളവരും ചിലപ്പം വെറുതെ പെട്രോളൊന്നും കളയണ്ടെന്നുള്ള രീതിയിൽ അതിൽ കയറും. അല്ലാത്തവരും സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തവരും അതിൽ കയറും. പിന്നെ സ്വന്തം വണ്ടിയിൽ പോകുന്നവര് വേറെയും ഉണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെ പോയി അവിടെ ആ ഒരു മാളിലേക്ക് എത്തി, മാളിൽ നിന്ന് പർച്ചേസ് നടക്കുകയാണ്. അത്രമാത്രം തിരക്കാണ്. അടിയും പിടിയും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പർച്ചേസ് നടന്നിട്ട് അവസാനം കൗണ്ടറിൽ എത്തിയിട്ട് ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബില്ലടിച്ച് അവിടെ ആ ഒരു തിരക്കുകളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ച അത്രയും സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റില്ല. ശരിയല്ല? അവിടെ നമ്മൾ എത്തിപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷെ എത്തിപ്പെട്ടാലും ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ച അത്രയും സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. കാരണം അത്രമാത്രം തിരക്കായിരിക്കും. ആ തിരക്ക് കാരണം നമുക്ക് അതത്ര എടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പോകുന്നുണ്ട്, എന്തേലും കിട്ടിയാലായല്ലോ, കാരണം അത്രമാത്രം ഓഫർ അല്ലാണല്ലോ വെച്ചിരിക്കുന്നത്. അതുപോലെയാണ് ഇവിടെ ഈ റഹ്മത്തിന്റെ പത്തിന് ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത്. എല്ലാ സാധാരണക്കാർക്കും എല്ലാ സാധാരണക്കാർക്കും ഒരുപോലെ അങ്ങോട്ട് കയറിയിരിക്കാനുള്ള ഒരു വാഹനം. ആ വാഹനത്തിൽ കയറി ഇരുന്നു കൊണ്ട്, ആ റഹ്മത്തിന്റെ പത്താവുന്ന വാഹനത്തിൽ കയറി ഇരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ യാത്ര തുടരുകയാണ്. ആ യാത്ര തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ആ 10 ദിവസം പിന്നിടുമ്പോഴത്തേക്കും നമ്മളുടെ കയ്യിൽ നമ്മൾക്കുണ്ടാവുന്ന ആ കഴിവനുസരിച്ചിട്ട് നമ്മളുടെ ഏത് രീതിയിലാണ് നമ്മൾ ആ 10 ദിവസത്തെ കൊണ്ടുപോയത് എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കാം നമുക്ക് സെക്കൻഡ് ബത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. അപ്പൊ ആ സെക്കൻഡ് ബത്തിൽ നിന്നും എന്താവുകയാണ്, നമുക്ക് പൊറുക്കലിന് തരികയാണ്, നമുക്ക് ഫോർഗിവ്നെസ് തരികയാണ് അല്ലെ. ഇനി അതും കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തതിലേക്ക് എത്തുകയാണെങ്കിൽ ബിൽ കൗണ്ടറിലേക്ക് എത്താണ്, നമ്മൾ ബില്ലിങ്ങിലേക്ക് എത്താണ് അല്ലെ. അപ്പൊ ആ ഒരു ബില്ലിങ്ങിലേക്ക് എത്തിയിട്ട് ആ ഒരു ക്യൂവിൽ നിന്നുകൊണ്ട് ബില്ലടിച്ച് നമ്മൾ ആ ബില്ലൊന്ന് പാസ് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ആ സാധനം നമ്മളെ സ്വന്തമായി മാറുള്ളൂ. അതുപോലെ നമുക്ക് എന്താവുകയാണ്, അവസാനത്തിൽ നമുക്ക് നരകമോചനവും സ്വർഗപ്രവേശനവും തന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഘട്ടം ഘട്ടമായിട്ട്, അപ്പം എല്ലാവർക്കും കൂടിയിട്ട് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു റഹ്മത്തിന്റെ പത്തിനെ അവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റഹ്മത്തിന്റെ പത്തില് കയറി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അവിടെ, നമുക്കറിയാം, ഒരു മാളിൽ പോയിട്ട് ഒരു സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഉന്തും തള്ളുമായാൽ മാക്സിമം എന്തായിരിക്കും അവിടെ സംഭവിക്കുക, ഉള്ള സാധനങ്ങളെല്ലാം കൂടി നാശാവും. ആർക്കും അത് കിട്ടാതെ പോകും. ഒരാൾ പിടിക്കും, അപ്പുറത്തിന്റെ വേറൊരാൾ വലിക്കും, അത് ഉന്തും തള്ളും വലിയുമായിട്ട് പൊട്ടിയിട്ടോ നിലത്ത് വീണിട്ടോ ഉടങ്ങിട്ടോ പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമല്ലേ. പക്ഷെ അതേസമയം ഒന്ന് ക്യൂല് നിൽക്കുകയാണ്, ഒന്ന് ക്യൂല് നിന്നുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ക്യൂ ആയി പോയി വാങ്ങുകയാണെങ്കിലും ആ ഒരു സറണ്ടറോട് കൂടിയിട്ട് എല്ലാവർക്കും അവിടെയുള്ള സാധനങ്ങൾ എല്ലാവർക്കും കിട്ടുമെന്നും നാശനഷ്ടാവാൻ പോകുന്നില്ല. അപ്പൊ ആ ഒരു ക്യൂവിലൂടെ, ആ ഒരു അടക്കത്തിലൂടെ, ആ ഒരു ഒതുക്കത്തിലൂടെ, ആ ഒരു ഇതിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ലഭിക്കാനുള്ളതെല്ലാം നമുക്ക് ലഭിക്കും. അതുപോലെ നമ്മൾ ഈ ഒരു റഹ്മത്തിന്റെ പത്തിൽ കയറി ആ ഒരു യാത്ര നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് എന്ത് ചെയ്യാണ്, നമ്മൾ ആ ഒരു അടക്കത്തോടെ, ആ ഒരു അച്ചടക്കത്തോടു കൂടി നമ്മൾ പോവുകയാണെങ്കിൽ, ഏതുപോലെ നമ്മൾ ആരെ കുറിച്ചിട്ടും ഒന്നും കുറ്റം പറയാതെ നമ്മൾ നമ്മുടെ സമയത്തെ മാക്സിമം സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ എല്ലാ രീതിയിലും ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ പോവുകയാണെങ്കിലോ, നമുക്ക് നമ്മൾ രണ്ടാമത്തെ പത്തായ നമ്മുടെ പൊറുക്കലിനെ തരുന്ന, നമുക്ക് സുബ്ഹാനഹു വ തആല പുറത്തു തരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൂടി നമുക്ക് എത്താൻ വേണ്ടി പറ്റും, വളരെ സ്മൂത്ത് ആയിക്കൊണ്ട്. ഇനി അത് കഴിഞ്ഞ് അവിടെയും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മള് പിന്നെ ആ ഒരു സറണ്ടറൻസോട് കൂടിയിട്ട് നമ്മൾ പോവുകയാണെങ്കിലോ,
ആ ഒരു സറണ്ടറോട് കൂടിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അവസാനത്തെ പുത്തായ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് നേടി നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് നമുക്ക് എത്തുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്തായിരിക്കണം, നമ്മൾ കറക്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യണം. ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ഒഴിവാക്കാം. ആ രീതിയിലേക്കായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം ഈ അവസാനത്തെ പത്തിന് കൂടുതൽ ആളുകളും അതൊരു ഷോപ്പിംഗ് പത്താക്കി മാറ്റിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, എന്നാൽ ഇപ്പൊ ഒരുപാട് പേര് മാറിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുമ്പ് ഒരു 4-5 വർഷം മുമ്പുണ്ടായിട്ട് അത്ര ഇപ്പൊ ഇല്ലെന്നാ തോന്നുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട്, എന്നാലും ഉണ്ട് താനും, ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു റമദാൻ മാസം വരുന്നതിനേക്കാളും മുമ്പ്, നമ്മുടെ ഈ ഒരു റഹ്മത്തിന്റെ പത്തിലേക്ക്, ആദ്യത്തെ പത്തിലേക്ക് നമ്മൾ കടക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ, നോമ്പിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് ഫ്രീ ആയിരിക്കണം. അവസാനത്തെ പത്താകുമ്പോഴത്തേക്കും ഉന്തും തള്ളും പിടിയുമാക്കി ഇതുവരെ ക്യൂവിലിരുന്ന സാധനങ്ങളൊക്കെ കൈപ്പറ്റിയിട്ട് അവസാനം ആ ആ ഒരു സ്വർഗപ്രവേശനവും നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസരത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഉന്തിയും തള്ളിയിട്ടും വീണു പോകുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി നോക്കാം. ആ അവസ്ഥയിൽ അവിടെ നിന്ന് വീണു പോവാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിനു വേണ്ടി റെഡി ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു മാളിൽ പോയി ക്യൂവിൽ നിന്ന് കൊണ്ട് സാധനങ്ങൾ വാങ്ങുകയും അതേപോലെ ബില്ലിംഗ് കൗണ്ടറിൽ മാന്യമായിട്ട് ക്യൂ നിൽക്കുകയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിൽ ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് സാവധാനത്തിൽ നമുക്ക് എത്താൻ പറ്റുകയും ചെയ്യും എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെയും നമ്മൾ മാന്യമായ രീതിയിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണോ എന്ന് ചെയ്യുക, ഒഴിവാക്കാൻ പറഞ്ഞത് എന്തൊക്കെയാണോ എന്നുള്ളത് ഒഴിവാക്കാം. ആ രീതിയിൽ നമ്മൾ ഒരു സറണ്ടറോട് കൂടിയിട്ട് റബ്ബിൽ നിന്നുള്ള എല്ലാ റഹ്മത്തുകളും എല്ലാം നമുക്ക് ലഭിക്കണം എന്നുള്ള ഒരൊറ്റ ഇന്റൻഷനോട് കൂടിയിട്ട് നമ്മൾ ഇന്റൻഷൻ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ ആ ഇന്റൻഷൻ സെറ്റ് ചെയ്തിട്ട് ഇൻഷാ അള്ളാ നമുക്ക് പോകാൻ പറ്റുന്ന സമയത്ത് തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ റമളാനിന്റെ ഒരു പൂർത്തീകരണം നമ്മളിലേക്ക് ഉണ്ടായി കിട്ടും ഇൻഷാ അള്ളാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തായാലും നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അള്ളാ നാളെ വീണ്ടും കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇൻഷാ അള്ളാ സംശയങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും